വലിയൊരു പ്രക്ഷോഭം യൂറോപ്പിലെ ഒരു പ്രധാനപ്പെട്ട രാജ്യം അഭിമുഖീകരിക്കുകയാണ്. ആഭ്യന്തര പ്രശ്നം കൊണ്ട് ഈ രാജ്യം പൊറുതിമുട്ടുകയാണെന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. റഷ്യയുമായി അടുത്ത ബന്ധമുള്ള ഒരു രാജ്യമാണ് ഇപ്പോൾ യൂറോപ്പിൽ ആഭ്യന്തര പ്രശ്നത്തിൽ പൊറുതിമുട്ടുന്നത്. ഈ രാജ്യം സെർബിയയാണ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. യൂറോപ്പിലെ സമാധാനപരമായിട്ടുള്ള രാജ്യമാണ് സെർബിയ. ഈ സെർബിയയുടെ തലസ്ഥാനമായിട്ടുള്ള ബെൽഗ്രേഡിൽ സംഘർഷം രൂക്ഷമാവുകയാണ്. സെർബിയൻ പ്രസിഡന്റ് അലക്സാണ്ടർ വുസിച്ചിനെതിരെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങി. രാജ്യത്തെ സ്ഥിതി ഒരു ആഭ്യന്തര യുദ്ധം പോലെയായി. വിദ്യാർത്ഥികൾ സർക്കാരിനെതിരെ മുദ്രാവാക്യം വിളിക്കുകയും അട്ടിമറി ആവശ്യപ്പെടുകയും ചെയ്യുന്നു. പ്രതിഷേധം ഇനി അപകടങ്ങളിലോ അഴിമതിയിലോ മാത്രമായി ഒതുങ്ങുന്നില്ല, മറിച്ച് ജനാധിപത്യത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടിയുള്ള അവകാശമായി മാറിയിരിക്കുന്നു എന്നതാണ് നിലവിൽ ശ്രദ്ധേയം. 2024 നവംബർ 1 സെർബിയൻ നഗരമായിട്ടുള്ള നോവി സാഡിൽ ഒരു റെയിൽവേ സ്റ്റേഷന്റെ മേൽക്കൂര തകർന്നു വീണ് 16 പേർ മരിച്ചിരുന്നു. ദാരുണമായ അപകടം സർക്കാരിന്റെ അവഗണനയ്ക്കും അഴിമതിക്കുമെതിരെ പൊതുജനങ്ങളുടെ രോഷത്തിന് കാരണമായി. അതിനുശേഷം രാജ്യത്തുടനീളമുള്ള യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങി. 8 മാസമായി ഈ പ്രസ്ഥാനം പതുക്കെ വളർന്നു വരികയാണ്. ഇപ്പോൾ സെർബിയൻ പ്രസിഡന്റ് അലക്സാണ്ടർ വുസിച്ചിനെതിരായ ഒരു തുറന്ന കലാപമായി ഇത് മാറിയിരിക്കുകയാണ്. ബെൽഗ്രേഡിലെ തെരുവുകളിൽ പോലീസും വിദ്യാർത്ഥികളും തമ്മിലുള്ള അക്രമാസക്തമായ ഏറ്റുമുട്ടലുകൾ തുടരുന്നു. പ്രതിഷേധക്കാർക്ക് നേരെ കണ്ണീർവാതക ഷെല്ലുകൾ പ്രയോഗിക്കുന്നു, ബാറ്റൺ പ്രയോഗിക്കുന്നു. പക്ഷേ പ്രതിഷേധക്കാരുടെ രോഷം ശമിക്കുന്നില്ല. വ്യുസിക് ഈ നാട് വിട്ട് തന്നെ പോകണമെന്നുള്ള മുദ്രാവാക്യങ്ങൾ എല്ലായിടത്തും പ്രതിധ്വനിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. സെർബിയൻ പ്രസിഡന്റ് അലക്സാണ്ടർ വ്യുസിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുതിൻ്റെ അടുത്ത ആളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. വ്യുസിച്ചിനെ 12 വർഷം പഴക്കമുള്ള രാഷ്ട്രീയ സാമ്രാജ്യം അവസാനിപ്പിക്കാൻ പോവുകയാണോ എന്നാണ് ഇപ്പോൾ ചോദ്യം. വിദ്യാർത്ഥി പ്രക്ഷോഭത്താൽ ആടി ഉലഞ്ഞ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനെ പോലെയാകുമോ വ്യുസിച്ചിൻ്റെയും ഗതി എന്നുള്ളതും പല ആൾക്കാരും ഇപ്പോൾ പ്രധാനമായും പറയുന്ന ഒരു സംഭവമാണ്. വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾ സെർബിയൻ പ്രധാനമന്ത്രി മിസോജ് വ്യുസിക് രാജിവെക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്കാണ് നിലവിൽ എത്തുന്നത്. എന്നാൽ സെർബിയൻ പ്രസിഡന്റ് അലക്സാണ്ടർ വ്യുസിക് ഇപ്പോഴും ഒഴിയാൻ തയ്യാറല്ല. രാജ്യത്തെ സ്ഥിതി വളരെ പിരിമുറുക്കത്തിലാണ്. ഉടൻ ഒരു പരിഹാരവും കണ്ടെത്തിയില്ലെങ്കിൽ സെർബിയ വളരെ കാലം ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയിൽ തുടരും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.